DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് പൊതുമേഖലയിലോ സ്വകാര്യ മേഖലയിലോ സഹകരണ മേഖലയിലോ ഉള്ള ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ബാങ്ക് അക്കൗണ്ട് ഉടമയോ ലോക്കർ ഉടമയോ മരിച്ചാൽ അവകാശികൾക്ക് പണം നൽകുവാൻ ഇനി എല്ലാ ബാങ്കുകൾക്കും ഏകീകൃത നടപടിക്രമം കൊണ്ടുവരികയാണ് റിസർവ് ബാങ്ക്. വീഴ്ച വരുത്തിയാൽ ബാങ്കുകൾ നഷ്ടപരിഹാരവും നൽകേണ്ടി വരും. ബാങ്ക് അക്കൗണ്ട് ലോക്കർ ഉടമകൾ മരിച്ചാൽ 15 ദിവസത്തിനുള്ളിൽ അവകാശികൾക്ക് അക്കൗണ്ടിലെ പണവും ലോക്കറിലെ വസ്തുക്കളും ലഭിക്കുന്നതിന് ഏകീകൃത നടപടിക്രമം ഒരുക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ്. വീഴ്ച വരുത്തിയാൽ അവകാശികൾക്ക് നഷ്ടപരിഹാരം കൂടി നൽകേണ്ടി വരും. ഇതിനുള്ള കരട് സർക്കുലർ പ്രസിദ്ധീകരിച്ച റിസർവ് ബാങ്ക് 27 വരെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ സമയം നൽകിയിട്ടുമുണ്ട്. 2026 ജനുവരി 1 നടപ്പാക്കാനാണ് നീക്കം. അക്കൗണ്ട് ഉടമകൾ മരിച്ച് ഏറെ നാളായിട്ടും നടപടിക്രമത്തിലെ അവ്യക്തത മൂലം അവകാശികൾക്ക് ക്ലെയിം ലഭിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാനാണ് ഈ നീക്കം. അക്കൗണ്ടിലെ പണം ലഭിക്കാനും ലോക്കറിലെ വസ്തുക്കൾ ലഭിക്കാനുമായി അവകാശികൾ നൽകേണ്ട രേഖകൾ, അപേക്ഷാ ഫോം എന്നിവ ഏകീകൃതമാക്കും. അവകാശിയെ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ക്ലെയിം ഫോം, അക്കൗണ്ട് ഉടമയുടെ മരണ സർട്ടിഫിക്കറ്റ്, നോമിനി അല്ലെങ്കിൽ അവകാശിയുടെ തിരിച്ചറിയൽ രേഖ, മേൽവിലാസ രേഖ എന്നിവ നൽകിയാൽ 15 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം. നോമിനിയെ നിർദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവകാശി എന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കണം. ഹാജരാക്കേണ്ട രേഖകൾ സംബന്ധിച്ച് കരട് സർക്കുലറിൽ പറയുന്നുണ്ട്. ക്ലെയിം അപേക്ഷ ലഭിച്ച രേഖകളിലെ അവ്യക്തത മൂലം തീർപ്പാക്കൽ വൈകുകയാണെങ്കിൽ ബാങ്കുകൾ അക്കാര്യം രേഖാമൂലം അറിയിച്ച് കഴിവതും വേഗം പുതിയ രേഖകൾ വാങ്ങി പ്രശ്നം പരിഹരിക്കണം. ക്ലെയിം തീർപ്പാക്കൽ നടപടിക്രമം ബാങ്കുകൾ അവയുടെ വെബ്സൈറ്റിൽ വിശദമായി നൽകണം. 15 ദിവസത്തിനുള്ളിൽ ക്ലെയിം തീർപ്പാക്കിയില്ലെങ്കിൽ ബാങ്കിൽ നിലവിലുള്ള പലിശ നിരക്കിന് പുറമെ പ്രതിവർഷം 4% അധിക പലിശ കൂടി നൽകേണ്ടി വരും. ലോക്കറുകളുടെ കാര്യത്തിൽ വൈകുന്ന ഓരോ ദിനത്തിനും 5000 രൂപ വീതം നഷ്ടപരിഹാരം നൽകേണ്ടി വരും. രണ്ടാമത്തെ അറിയിപ്പ്, കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തെ പ്രമുഖ സ്വകാര്യ ബാങ്കായ ICICI ബാങ്ക് സേവിങ്സ് അക്കൗണ്ടുകളിലെ മിനിമം ബാലൻസ് തുക ഉയർത്തിയത്. മെട്രോ നഗരങ്ങളിലെ സേവിങ്സ് അക്കൗണ്ടുകളിൽ 50,000 രൂപയാണ് മിനിമം ബാലൻസ്. നേരത്തെ ഇത് 10,000 രൂപയായിരുന്നു. ഇതോടെ ICICI ബാങ്കിന്റെ മിനിമം ശരാശരി ബാലൻസ് ഇന്ത്യൻ ബാങ്കുകളിൽ ഏറ്റവും ഉയർന്ന നിരക്കായി മാറി. സാമ്പത്തിക ശേഷി കൂടുതലുള്ള ഉപയോക്താക്കളെ കൂടുതൽ ആകർഷിക്കുന്നതിനും അത്തരം നിക്ഷേപകരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും വേണ്ടിയാണ് ബാങ്കിന്റെ ഈ നീക്കം. രാജ്യത്തെ മറ്റ് സ്വകാര്യ ബാങ്കുകളുടെയും പൊതുമേഖലാ ബാങ്കുകളുടെയും മിനിമം ബാലൻസ് തുക എത്രയാണെന്ന് നോക്കാം. പല ബാങ്കുകളും മിനിമം ബാലൻസ് നിലനിർത്താൻ ആവശ്യപ്പെടുന്നില്ല. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം, ഇന്ത്യയിലെ മുൻനിര സ്വകാര്യ ബാങ്കായ HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് എന്നിവ മെട്രോ നഗരപ്രദേശങ്ങളിലെ ഉപഭോക്താക്കൾക്ക് 10,000 രൂപ എന്ന താരതമ്യേന കുറഞ്ഞ മിനിമം ശരാശരി ബാലൻസ് നിലനിർത്തുന്നത് തുടരുന്നു. ഇൻഡസിൻഡ് ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക്, DBS ബാങ്ക് ഇന്ത്യ തുടങ്ങിയ സ്വകാര്യ മേഖലയിലെ വായ്പാദാതാക്കളും ഉപഭോക്താക്കളോട് മിനിമം ശരാശരി ബാലൻസ് 10,000 രൂപ നിലനിർത്താനാണ് ആവശ്യപ്പെടുന്നത്. പൊതുമേഖലാ ബാങ്കുകൾ മിനിമം ബാലൻസ് നിബന്ധനകൾ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്ന സമയത്താണ് ICICI ബാങ്ക് മിനിമം ബാലൻസ് 50,000 രൂപയാക്കി ഉയർത്തിയത്. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2020 മിനിമം ബാലൻസ് നിബന്ധന നീക്കം ചെയ്തിരുന്നു. കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയും ഉപഭോക്തൃ സൗകര്യവും സാമ്പത്തിക ഉൾപ്പെടുത്തലും ചൂണ്ടിക്കാട്ടി അത്തരം നിയമങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകൾ തമ്മിലുള്ള നയങ്ങളിലെ വ്യത്യാസം വ്യക്തമാണ്. പൊതുമേഖലാ ബാങ്കുകൾ വോളിയം വളർച്ചയും ഉപഭോക്തൃ ഏറ്റെടുക്കലും പിന്തുടരുമ്പോൾ സ്വകാര്യ ബാങ്കുകൾ അവരുടെ ഉപഭോക്തൃ അടിത്തറയെ കൂടുതൽ കരുത്തുള്ളതാക്കുകയും സേവന നിലവാരത്തെ ഉയർത്തുകയും ചെയ്യുകയാണെന്നാണ് ബാങ്കിംഗ് മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. ICICI സേവിങ്സ് അക്കൗണ്ടിൽ 50,000 രൂപ സൂക്ഷിക്കാത്ത നഗര അക്കൗണ്ട് ഉടമകൾക്ക് പ്രതിമാസ പിഴകൾ നേരിടേണ്ടി വന്നേക്കാം. മൂന്നാമത്തെ അറിയിപ്പ്, വിവിധ സഹകരണ സംഘങ്ങൾ അവരുടെ പേരിൽ ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനെതിരെ റിസർവ് ബാങ്ക് മലയാള പത്രങ്ങളിലടക്കം ഓഗസ്റ്റ് 8 പത്രപരസ്യം നൽകിയിരുന്നു. 2020 സെപ്റ്റംബർ 29 നിലവിൽ വന്ന ബാങ്കിംഗ് റെഗുലേഷൻ നിയമം 2020 മുഖേന 1949 ബാങ്കിംഗ് റെഗുലേഷൻ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. തദനുസരണം BR ആക്ട് 1949 വകുപ്പുകൾ അനുസരിച്ച് സഹകരണ സംഘങ്ങൾ ബാങ്ക്, ബാങ്കർ അഥവാ ബാങ്കിംഗ് എന്ന വാക്കുകൾ അവരുടെ പേരുകളുടെ ഭാഗമായി ഉപയോഗിക്കുവാൻ പാടില്ല. 1949 ബാങ്കിംഗ് റെഗുലേഷൻ നിയമത്തിന്റെ സെക്ഷൻ 7 ലംഘിച്ച് ചില സഹകരണ സംഘങ്ങൾ തങ്ങളുടെ പേരിൽ ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നതായി RBIയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 1949 BR ആക്ടിന്റെ വ്യവസ്ഥകൾ ലംഘിച്ച് ബാങ്കിംഗ് ബിസിനസ് നടത്തുന്നതിന് തത്തുല്യമായി ചില സഹകരണ സംഘങ്ങൾ അംഗങ്ങളല്ലാത്തവരിൽ നിന്നും നാമമാത്ര അംഗങ്ങളിൽ നിന്നും അസോസിയേറ്റ് അംഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്നതായും RBIയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മേൽപ്പറഞ്ഞ സഹകരണ സംഘങ്ങൾക്ക് BR ആക്ട് 1949 പ്രകാരം ബാങ്കിംഗ് ബിസിനസ് നടത്തുന്നതിന് RBI ലൈസൻസ് നൽകിയിട്ടില്ലെന്ന് പൊതുജനങ്ങളെ ഇതിനാൽ അറിയിക്കുന്നു. ഇത്തരം സഹകരണ സംഘങ്ങളിലുള്ള നിക്ഷേപങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ ഇൻഷുറൻസ് പരിരക്ഷയും ലഭ്യമല്ല.
അത്തരം സഹകരണ സംഘങ്ങൾ ഒരു ബാങ്കാണെന്ന് അവകാശപ്പെടുകയാണെങ്കിൽ ജാഗ്രത പാലിക്കാനും ഇടപാടുകൾ നടത്തുന്നതിന് മുൻപ് RBI നൽകിയ ബാങ്കിംഗ് ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കാനും പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. RBI നിയന്ത്രിക്കുന്ന അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ പട്ടിക www.rbi.org.in/common/english/script/bankinindia.aspx എന്ന ലിങ്കിൽ നിന്നും ലഭ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.